പ്രിയമുള്ള സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസ്സബൂ ബിആയാതിനാ വലിഖാഇ ആഖിറതി. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ച് കളഞ്ഞവരാരോ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും പരലോകത്ത് നമ്മൾ കണ്ടുമുട്ടുന്നൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടരുണ്ടല്ലോ, അവരുടെ കർമ്മങ്ങളൊക്കെ വെള്ളത്തിലാവും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമല്ലാതെ അവരെന്താണോ പ്രവർത്തിച്ചത് അതാണ് അവർക്ക് കിട്ടുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താണോ അതവർക്ക് കിട്ടും. അവർക്ക് ഈ ലോകത്ത് ജീവിക്കണം. അപ്പോൾ നിരീശ്വരവാദികളുടെ അവസ്ഥ നോക്കാറുണ്ട്. അവർക്ക് അള്ളാഹു എന്ത് തന്നെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്താലും അവർ നിഷേധിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അടുത്ത വേനലായതുകൊണ്ട് ഇപ്പോൾ മെയ് തുടക്കത്തിൽ തന്നെ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി നിസ്കാരം ഒക്കെ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു മെയ് 5-ാം തീയതി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ നിരീശ്വരവാദികൾ പറഞ്ഞു. അപ്പോൾ അന്ന് 2 ദിവസം മുമ്പ് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരുന്നു 2-3 ദിവസം കൊണ്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ എന്താ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ, ഈ ആഴ്ച മഴ പെയ്യും, ആ തക്കം നോക്കി മതവിശ്വാസികൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മഴ പെയ്യേണ്ടത് ജൂണിലാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുന്നത് മെയ് 5-ന്. അപ്പോൾ വരെ ഇവർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മെയ് 30 നിസ്കരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? പണ്ടൊക്കെ വെച്ചാൽ മഴ എടുക്കുമ്പോഴാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത്. അങ്ങനെ മഴ എടുക്കുന്ന നോക്കിയിട്ടല്ല, നമുക്ക് പ്രയാസം കൂടുമ്പോഴാണ് നമസ്കരിക്കാറുള്ളത്. കാരണം പണ്ടൊന്നും അത്ര വെയിലില്ലല്ലോ. അപ്പം ഒരു മെയ് 15 ആകുമ്പോഴാണ് കിണറ്റിലെയും കുളങ്ങളിലെയും വെള്ളം വറ്റുകയും അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ദുരിതം ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ചെയ്യുക. പ്രാർത്ഥന നമ്മൾ ബാങ്കിൽ പോയി പൈസ എടുക്കുന്ന നമ്മൾ തിടുക്കം വരുമ്പോഴാണ്, വെറുതെ പോയി പൈസ എടുക്കില്ലല്ലോ. അതുപോലെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക നമ്മൾ അത്രക്കും തിടുങ്ങിയ സമയത്താണ്. അപ്പോൾ തിടുങ്ങിയ സമയം വരുന്ന ഏകദേശം മെയ് 15 ആവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്രാവശ്യം അതിന് മുമ്പ് നമുക്ക് പ്രയാസം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെയ് 5 ആകുമ്പോഴത്തേക്ക് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്ത് പോലും ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇവർ മഴൻ്റെ തക്കം നോക്കി മഴ ഈ ആഴ്ച പെയ്യുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ നിസ്കരിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിസ്കാരം കൊണ്ടായിരിക്കും ചിലപ്പോൾ മഴ പെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ നിസ്കരിച്ച ശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു മഴ കിട്ടി. ചെറിയ മഴ കിട്ടിയതിന് അത് വലിയ അനുഗ്രഹമാണ്. കാരണം ഇവിടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വളരെ കൂടുതലാണ്. ഗൂഗിളിൽ നമ്മൾ വെതർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ലെവലാണ്, ഭയങ്കര മോശം. നല്ലത് ഒന്നെങ്കിൽ ഗുഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ പൂവർ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രീം വെച്ചാൽ വളരെ പൊടിപടലങ്ങൾ വളരെ രൂക്ഷം, അല്ലെങ്കിൽ മലിനീകരണം വളരെ രൂക്ഷമായ സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പലർക്കും കഫക്കെട്ട് ജലദോഷമൊക്കെ ഉള്ള 2 തവണ കഫക്കെട്ടും ജലദോഷം വന്നു വീട്ടുകാർക്കൊക്കെ ഉണ്ട്. മെയിനായിട്ട് പൊടിപടലങ്ങൾ കൂടി നിൽക്കുക. ഈ ചൂട് കൊണ്ട് ഭൂമിയിലെ പൊടിപടലങ്ങളൊക്കെ മേൽപോട്ട് വരികയാണ്. എൻ്റെ വൈഫും മറ്റൊരു സുഹൃത്തും കൂടി വളരെ ചങ്ങാഴ്ചയും കൂടി പൂനെയിലേക്ക് പോയി. എൻ്റെ മകളുടെ ഒരു ഇതിനു വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് ജലദോഷം പിടിച്ചു. കാരണം ഫുള്ള് പൊടിയാണ്, എല്ലായിടത്തും പൊടി. മാസ്ക് ഇടാതെ നടക്കാൻ പറ്റില്ല. കാരണം അവിടെ മഴ പെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ മേൽപോട്ട് വരും. ചൂടായി കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ മേൽപോട്ട് വരും. നമ്മൾ അടിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, അല്പം സ്ത്രീകളൊക്കെ പണ്ട് അടിച്ചു വരുമ്പോൾ അല്പം വെള്ളം തളിക്കും. വെള്ളം തളിച്ചാൽ എന്ത് ചെയ്യും, പൊടി അല്ലാതെ മേൽപോട്ട് വരില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പിന്നെ വലിയ പൊടിയില്ലാത്തതും. എല്ലാ സമയത്തും നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ നില നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റിനെ അധികം കാണിക്കാം. ഇപ്പോൾ നമ്മൾ കനത്ത വെയിലായതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്ട്രീം ലെവലിൽ അത്രക്കും ഗുരുതരമായ ലെവലിലേക്ക് എത്തിപ്പോയിട്ടുള്ളത്. പറഞ്ഞു തന്നത് ഈ ചെറിയൊരു മഴ നമുക്ക് കിട്ടി. 5 മിനിറ്റ് ചാറൽ മഴയാണ്. എന്നിരുന്നാലും കൂടിയിട്ട് പൊടിപടലങ്ങളൊക്കെ വളരെ കുറയും. അത് വലിയ അനുഗ്രഹം തന്നെയാണല്ലോ. 2 തവണ നമുക്ക് മഴ കിട്ടി. മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് അനുഗ്രഹമാണ് പറഞ്ഞു വരുന്നത്.
പിന്നെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അതൊക്കെ ദൃഷ്ടാന്തങ്ങളല്ല, ഇതൊക്കെ നിഷേധിച്ചിട്ടല്ല. എന്ത് തന്നെ ചെയ്താലും വിശ്വാസികൾ എന്തൊക്കെ ചെയ്താലും ഒക്കെ നിഷേധിച്ചിട്ടല്ല. ഇതങ്ങനെ ഈ ശപിക്കപ്പെട്ട നിരീശ്വരവാദികളുടെ സ്വഭാവമാണ്. അതുപോലെ പരലോകത്ത് വിശ്വസിക്കുന്നില്ല നിരീശ്വരവാദികൾ. ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ ജീവിതം, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് അവരവിടെ പോയി വന്ന മാതിരിയാണ്. അവർ മരിച്ചു വന്ന് പരലോകത്തൊക്കെ ഇല്ലയെന്ന് കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാതിരി വർത്തമാനം കേട്ടാൽ. അപ്പോൾ വെറുതെ അവർക്ക് ഉള്ള പൊട്ടത്തരങ്ങളിലൊക്കെ വിശ്വസിക്കും. കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വിട്ട് വിശ്വസിക്കും. ശാസ്ത്രത്തെ അന്ധമായിട്ട് വിശ്വസിക്കും. അതിനെ കൂട്ടർ ശാസ്ത്രത്തിന് കൊടുത്ത സംഭാവന ആകട്ടെ വളരെ കുറഞ്ഞത് 0.08% ഈ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ ശാസ്ത്രത്തിന് നൽകിയ സംഭാവന. കാരണം അവർക്കൊന്നും കണ്ടുപിടിക്കാനും കഴിയില്ല. ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ ഉദവി അവർക്ക് ഉണ്ടാവില്ല. അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു വഴിയിലേക്ക് എത്താൻ അവർ സാധിക്കില്ല. പണ്ട് നമ്മൾ വളപ്പൊട്ട് എറിഞ്ഞ് കളിക്കും. ഒരു വളപ്പൊട്ട്, ഒറ്റ കഷ്ണം വളപ്പൊട്ട്, അത് എറിയും. അത് എറിഞ്ഞിട്ട് ഏതെങ്കിലും പുല്ലിൻ്റെ ഇടയിൽ അവിടെയൊക്കെ പോയിട്ട് വീഴുക. അപ്പോൾ കുട്ടികളിങ്ങനെ തിരഞ്ഞു നടക്കും. അപ്പോൾ ഈ ചെറിയ വളപ്പൊട്ടാണ്, പച്ച നിറത്തിലുള്ള വളപ്പൊട്ടുമായിരിക്കും, പച്ച നിറത്തിലുള്ള പുല്ലുകളും ഉണ്ടാകും. അപ്പോൾ അതെവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വളരെ സമയം നീണ്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും കുട്ടികൾ വളപ്പൊട്ടിൻ്റെ അടുത്ത് എത്താനായാൽ നമ്മൾ ചൂട് എന്ന് പറയും. ചൂട് എന്ന് പറയും. അപ്പം അതിൻ്റെ അടുത്ത് വളപ്പൊട്ടുണ്ട് പറയും. അപ്പം മറ്റൊരു വളപ്പൊട്ടൊന്നും അകലെയാണെങ്കിൽ തണുപ്പ് എന്നും പറയും. അപ്പം ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ആ സംസാരം നോക്കിയിട്ട് ചൂട് തണുപ്പ് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് ആ വളപ്പൊട്ട് കണ്ടുപിടിക്കാൻ കഴിയും. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന കളിയാണ്. അതുപോലെ തന്നെ ഈ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്തെയും തട്ടി മാറ്റിക്കളയും. ആ കണ്ടുപിടുത്തം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് അവസാനം കണ്ടുപിടിക്കുന്ന വിശ്വാസികളായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹംസക്ക എന്നുള്ളൊരിതുണ്ട്, ഫേസ്ബുക്കിൽ യൂട്യൂബിലുണ്ട്. അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം പ്രവർത്തിക്കും, കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം ഒരു ടെലസ്കോപ്പ് എടുത്തിട്ട്, ടെലസ്കോപ്പ് നമുക്ക് ഒരു നല്ലൊരു ഉപകരണമാക്കി മാറ്റാം. ടെലസ്കോപ്പിൽ ശരിക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നുമില്ല. ആ കോയിലിലൂടെ എണ്ണെടുപ്പ് നമ്മൾ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അതിലൊക്കെ ഒരു മൈക്കും ചെറിയൊരു ആംപ്ലിഫയറും സ്പീക്കറും അതിലേക്ക് വേണ്ട ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകൂടി നല്ല ശബ്ദത്തിൽ കേൾക്കാം. എൻ്റെ മകളുടെ കയ്യിൽ ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വെച്ചാലേ നമുക്ക് എണ്ണെടുപ്പ് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലേക്കൊരു മൈക്കും സ്പീക്കറും, ചെറിയ മൈക്കും സ്പീക്കറും, വളരെ ചെറിയ മൈക്കും സ്പീക്കറൊക്കെ ഉണ്ടല്ലോ, സംവിധാനങ്ങളും ചെറിയ ആംപ്ലിഫയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശബ്ദത്തിൽ കേൾക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് ഒക്കെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എന്തും കണ്ടുപിടിക്കുന്നതും ഒക്കെ ദൈവവിശ്വാസികളായിരിക്കും. നിരീശ്വരവാദികൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. കാരണം അള്ളാഹുവിന് ഉദവിയില്ല. ഒന്നാമത് അള്ളാഹുവിന് ഉദവിയില്ല. പിന്നെ അവർക്ക് മനസ്സ് ചഞ്ചലമായിരിക്കും. മനസ്സ് പലതിലും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഈ ഭൂമിയിൽ പരമാവധി യൂസ് ചെയ്യണം, അതാണ് ഉദ്ദേശം. നമുക്ക് വിശ്വാസികളുടെയും ഒക്കെ ദൈവത്തിൽ പരിമേൽപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഈ 60 വയസ്സിനുള്ളിൽ പരമാവധി സുഖിക്കണം. അമ്മയെ ഭോഗിച്ചാലും വേണ്ടില്ല, പെങ്ങളെ ഭോഗിച്ചാലും വേണ്ടില്ല, എങ്ങനെ സുഖിച്ച് ജീവിക്കണം. അപ്പോൾ അതുപോലത്തെ ഷെയർ മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഷെയർ മാർക്കറ്റിലെ ലാഭം, ഇവർക്ക് നന്മയും തിന്മയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഫുള്ള് ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു വസ്തു കണ്ടുപിടിക്കാനോ അതിന് ശ്രദ്ധ അവർക്ക് ഉണ്ടാവുമില്ല, ഒന്നും അവർക്ക് കഴിയുമില്ല. നമ്മുടെ രവിചന്ദ്രനങ്ങളുടെ ടീമുകളൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീമുകളാണ്. കുറേ ജാടയാണ്. കുറേ പുസ്തകങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പിന്നെ പ്രഭാഷണം നടത്താല്ലാണ്ട് ആ പുസ്തകം തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ലാത്ത ടീമുകളാണ്. ഇത് പറഞ്ഞു വരുന്നത് പരലോകത്തെയും കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ച് കളഞ്ഞവരാരോ അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി, ഒന്നും നേർവഴിയിലേക്ക് എത്തില്ല. നമ്മളെ പിണറായിൻ്റെ മാതിരിയായിരിക്കും. എന്ത് ചെയ്താലും വിഡിത്തരത്തിൽ കലാശിക്കും. ഇപ്പോൾ ഒരു വലിയ സ്റ്റാറാവാൻ വേണ്ടി ഒരു പ്രാവിനെ പറത്തി ഏതെങ്കിലും നല്ല പ്രാവ് ഏതെങ്കിലും കുട്ടികളുടെ കയ്യിലുണ്ടോ നോക്കി അങ്ങനെ ആ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തു. ആ സമയത്തൊന്നും പ്രാവിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഈ ശപിക്കപ്പെട്ടതുകൊണ്ട് പറത്തിയോടുകൂടി അത് രണ്ടും ചത്തുമുട്ട് പോയി. അപ്പോൾ ഇതാണ്, എന്തൊക്കെ ചെയ്താലും അത് വിടുത്തത്തിൽ കലാശിക്കും. അതുപോലെ തന്നെ
നിരീശ്വരവാദികളുടെ ഈ DFIക്കാരുടെ ഒരു ബാല ക്യാമ്പുണ്ട്, കുട്ടികൾക്കുള്ള ക്യാമ്പ്. എൻ്റെ മകളും പോയിരുന്നു. അപ്പോൾ പോകാൻ കാരണം എൻ്റെ അളിയനെ ഒരു നിരീശ്വരവാദിയാണ്. അപ്പോൾ അവൻ്റെ നിർബന്ധപ്രകാരം പോയതാണ്. അപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് കയ്യിലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞേക്കില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകന് സഹായിയായിട്ട് പോയതാണ്. അപ്പം പിന്നെ പോട്ടെന്ന് എഴുതി ഞാൻ എൻ്റെ മകളെയും പറഞ്ഞയച്ചു. കുട്ടികൾ തിരിച്ചാക്കാൻ നോക്കുമ്പോൾ അവർക്ക് അവരുടെ വാഹനം കേടുവരികയും അങ്ങനെ അവർ മറ്റു വാഹനങ്ങൾ തേടി പിടിക്കുകയും ചെയ്യുന്ന ഭയങ്കര ദുരിതത്തിൽ കലാശിച്ചു. കാരണം ഇവരെന്ത് ചെയ്യുന്നു ഒക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവർ സ്റ്റാറാവാൻ നോക്കുമ്പോൾ ഒക്കെ താഴോട്ട് പോകുന്ന കാണാം. എന്നും ഒക്കെ ക്ലച്ച് പിടിക്കാതെ പോകുന്ന കാണാം. അപ്പോൾ അതിലെന്തോ ഒരു കാര്യം, ഇവർ കുട്ടികളെ മുമ്പ് സ്റ്റാറാവാൻ വേണ്ടി അധ്യാപകർ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു കുട്ടി ഒരു കുഴക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയും അങ്ങനെ ഇയാൾക്ക് ഉത്തരം പറയാതെ അങ്ങനെ കുട്ടികൾ ദേഷ്യപ്പിടിക്കുന്ന സംഭവം ഞാൻ അവിടുന്ന് കണ്ടു. അപ്പോൾ അതാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്താലും അവർ ഒക്കെ വിഡിത്തത്തിൽ കലാശിക്കും. ഇപ്പോൾ പിണറായി എന്തൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു, ഒക്കെ വിഡിത്തത്തിൽ കലാശിച്ചു അല്ലേ. ശബരിമല സ്ത്രീകളെ കയറ്റാൻ നോക്കി, അത് പരാജയപ്പെട്ടു. കേരളയിൽ കൊണ്ടുവരാൻ നോക്കി, അത് പരാജയപ്പെട്ടു. ഒക്കെ പരാജയം. എന്ത് ചെയ്യുന്നതും വിഡിത്തരം. മാസപ്പടി കേസ്, ലാവ്ലിൻ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. അപ്പോൾ അവരുടെ ശവപ്പെട്ടിലേക്കുള്ള അവസാന ആണികളും അവർ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അള്ളാഹുവിന് ഉദവിയില്ല. അള്ളാഹു നൽകിയ വിഭവങ്ങളൊക്കെ ആഹരിച്ചും ശ്വസിച്ചും കൊണ്ടിട്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. നമ്മളൊരു വീട്ടിൽ അതിഥിയെ പോയിട്ട് ആ വീട്ടിൻ്റെ ഉടമസ്ഥ യാതൊരു വിലയും വെക്കില്ലല്ലേ. ആ വീട്ടിലെ എല്ലാ വിഭവങ്ങളും നമ്മൾ കഴിക്കുക, ആ വീട്ടിലെ വൈദ്യുതിയും വെളിച്ചവും വെള്ളവും ഒക്കെ ഉപയോഗിക്കുക, ഭക്ഷണം ഒക്കെ ഉണ്ട് അവിടെ, അതൊക്കെ സുഖിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് പറയാം ആ നൽകിയ ആ വീടിൻ്റെ ഉടമസ്ഥന് 5 പൈസയുടെ നന്ദി കാണിക്കാതിരിക്കുന്നത് എന്തുമാത്രം ദ്രോഹകരമാണ്. അതുപോലെ തന്നെ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ ചെയ്യുന്നത്. ഈ പരിശുദ്ധ ഭൂമിയിൽ അവർ തിന്നും ആർമാദിച്ചും അമ്മ പോകും പെങ്ങൾ പോകും ലിവിങ് ടുഗദറുമായി നടക്കുക, എന്നിട്ട് എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുക. ഇതിലും ഗുരുതരമായ പാപം എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തതും ഒക്കെ വിഡിത്തത്തിൽ കലാശിക്കും. അങ്ങനെ കലാശിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ അങ്ങനെ കലാശിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധനാഥ, നിന്നെ മാത്രം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടാണ് തമ്പുരാനെ. ആമീൻ.